പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തങ്കസിന്റെ മറ്റു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം, ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ്? ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ്? ഉത്തരം അൽകൊഹ്ള. അൽകൊഹ്ള എന്ന അറബിക് പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത്. അൽകൊഹ്ള, അത് അറബിക് പദമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആര്? വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആര്? ഉത്തരം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ. അടുത്ത ചോദ്യം, ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിന്റെ അളവ് എത്ര? ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിന്റെ അളവ് എത്ര? 12 മില്ലിഗ്രാം. 12 mg ആണ് ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിന്റെ അളവ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന്? ഉത്തരം ജൂൺ 26. ഉത്തരം ജൂൺ 26. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം ഏത്? ഉത്തരം വൈപ്പിൻ മദ്യദുരന്തം. വൈപ്പിൻ മദ്യദുരന്തമാണ് കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ മദ്യദുരന്തം. വൈപ്പിൻ ദുരന്തം നടന്നത് 1982-ലാണ്. 1982 സെപ്റ്റംബർ 2-ാം തീയതിയാണ് വൈപ്പിൻ മദ്യദുരന്തം നടന്നത്. വൈപ്പിൻ മദ്യദുരന്തത്തിൽ 76 ജീവനാണ് പൊലിഞ്ഞത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം വൈപ്പിൻ മദ്യദുരന്തം. അടുത്ത ചോദ്യം, തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? ഉത്തരം സെറിബല്ലം. സെറിബല്ലം. തലച്ചോറിന്റെ സെറിബല്ലത്തെ മദ്യം ബാധിക്കുന്നത് കൊണ്ടാണ് ബാലൻസ് ഒക്കെ നഷ്ടമാകുന്നത്. ക്ലിയർ? തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? സെറിബല്ലം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1987. 1987. 1987 മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യം, അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കരൾ. ഉത്തരം കരൾ. അടുത്ത ചോദ്യം, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇങ്ങനെ പറഞ്ഞതാര്? ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം? അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത്? ഉത്തരം സിറോസിസ്. ഉത്തരം സിറോസിസ്. സോറിയാസിസ് അല്ല, സിറോസിസ്. സോറിയാസിസ് ത്വക്കിനെ ബാധിക്കുന്നതാണ്. സിറോസിസ്. ഓക്കെ, അടുത്ത ചോദ്യം, പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു ഏത്? പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു? ഉത്തരം നിക്കോട്ടിൻ. ഉത്തരം നിക്കോട്ടിൻ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഉത്തരം
ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏത്? ഉത്തരം കോട്ടയം. ഉത്തരം കോട്ടയം. മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത്? മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന WHO. WHO. അടുത്ത ചോദ്യം, മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത്? മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത്? ഉത്തരം എത്തനോൾ. എത്തനോൾ. എത്തനോൾ ആണ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ. അടുത്ത ചോദ്യം, നിഷ്ക്രിയ പുകവലിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ആര്? നിഷ്ക്രിയ പുകവലിയുടെ ദോഷവശങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ആര്? നിഷ്ക്രിയ പുകവലി എന്ന് വെച്ചാൽ അറിയാലോ, പുകവലിക്കണമെന്നില്ല, അല്ലാതെ തന്നെ പുകവലിയുടെ ദോഷം അനുഭവിക്കേണ്ടി വരും. എങ്ങനെയുള്ളവർ? ഉത്തരം പുക ശ്വസിക്കുന്നവർ. പുക ശ്വസിക്കുന്നവർ. ഓക്കെ, നിഷ്ക്രിയ പുകവലിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? പുക ശ്വസിക്കുന്നവർ. അടുത്ത ചോദ്യം, കേന്ദ്ര പുകയില റിസർച്ച് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര പുകയില റിസർച്ച് സെന്റർ എവിടെയാണ്? രാജ്മുന്ദ്രി. രാജ്മുന്ദ്രിയിലാണ് കേന്ദ്ര പുകയില റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര പുകയില റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജ്മുന്ദ്രി. ഓക്കെ, രാജ്മുന്ദ്രി. അടുത്ത ചോദ്യം, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ കേരള സർക്കാർ ബോധവൽക്കരണ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വിമുക്തി. ഏതാണ്? വിമുക്തി. അടുത്ത ചോദ്യം, കഞ്ചാവ് ചെടിയിൽ നിന്നും എടുക്കുന്ന കറ. കഞ്ചാവ് ചെടിയിൽ നിന്നും എടുക്കുന്ന കറ, ആ കറയുടെ പേരെന്താണ്? ഉത്തരം മാരിജുവാന. മാരിജുവാന എന്നാണ് കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കറയെ പറയുന്നത്. മാരിജുവാന. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഏത്? ഉത്തരം കൂലിമാട്. കൂലിമാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഏതാണ്? കൂലിമാട്. ക്ലിയർ. അടുത്ത ചോദ്യം, ലോകത്ത് പുകയില നിരോധിച്ച ആദ്യ രാജ്യം ഏത്? ലോകത്ത് പുകയില നിരോധിച്ച ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം ഭൂട്ടാൻ. ഉത്തരം ഭൂട്ടാൻ. ഭൂട്ടാനാണ് ലോകത്ത് പുകയില ആദ്യമായിട്ട് നിരോധിച്ചത്. അടുത്ത ചോദ്യം, വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം. വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം. ഉത്തരം 2016 ജൂൺ മാസം. 2016 ജൂൺ മാസത്തിലാണ് വിമുക്തി മിഷൻ ആരംഭിച്ചത്. ക്ലിയർ. അടുത്ത ചോദ്യം, കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന സ്ഥലം. കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന സ്ഥലം. ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, പുകയിലയുടെ ശാസ്ത്രീയ നാമം എന്ത്? പുകയിലയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം നിക്കോട്ടിയാന ടബാക്കം. നിക്കോട്ടിയാന ടബാക്കം എന്നാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമം. അടുത്ത ചോദ്യം, വിമുക്തി ബ്രാൻഡ് അംബാസിഡർ ആര്? വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത്? ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത്? ഉത്തരം സോമരസം. എന്താണ്? സോമരസം. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഉത്തരം ഇന്ത്യ. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനം എന്ന്. അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനം എന്ന്. ഉത്തരം മെയ് 31. ഉത്തരം
മെയ് 31. അടുത്ത ചോദ്യം, കറുപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ശക്തിയേറിയ മയക്കുമരുന്നും വേദനാസംഹാരിയുമാണ് ഡാഷ്. കറുപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ശക്തിയേറിയ മയക്കുമരുന്നും വേദനാസംഹാരിയുമാണ് ഡാഷ്. ഏതാ? ഉത്തരം മോർഫിൻ. ഉത്തരം മോർഫിൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.